ജി, ഇതിൽ നിങ്ങൾ കൃത്യമായ രാഷ്ട്രീയം കാണുന്നുണ്ട്. അതിൽ എഴുതി വെച്ചിരിക്കുന്ന വാചകങ്ങൾ എന്ന് പറയുന്നത് പാർട്ടിയെ വിമർശിച്ചുകൊണ്ടുള്ള തന്നെയാണ്. താൻ വളർന്നു വന്ന ബാല്യകാലം മുതൽ, പഠനകാലം മുതൽ, പിന്നീട് അങ്ങോട്ട് DYFI പ്രഥമ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. ആ സമയത്ത് കേരള ഘടകത്തിൻ്റെ പ്രസിഡന്റ് മാത്രമാണ് MV ഗോവിന്ദൻ. അപ്പോൾ MV ഗോവിന്ദനേക്കാൾ താൻ എത്രത്തോളം മുകളിലാണ് എന്നുള്ള കാര്യം അദ്ദേഹം കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. തനിക്ക് പാർട്ടിയിൽ ആ സ്ഥാനം ലഭിച്ചിട്ടില്ല എന്നുള്ള വിഷമം അദ്ദേഹത്തിനുണ്ടായിരുന്നു എന്നുള്ളത് നമ്മൾ കഴിഞ്ഞ കാലങ്ങളിൽ കണ്ടിട്ടുള്ളതാണ്. ഈ LDF കൺവീനർ സ്ഥാനത്തുനിന്നും മാറ്റിയ ശേഷം അദ്ദേഹം സജീവമായിരുന്നില്ല എന്നുള്ളത് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അദ്ദേഹം പുസ്തകം എഴുതാൻ പോകുന്നു എന്ന് അന്ന് തന്നെ പറഞ്ഞതാണ്. പക്ഷേ ഇന്നലെ അത് പുറത്തു വന്നതിലാണ് അതിലൊരു തന്ത്രം വേറെ ഏതോ കരങ്ങളുണ്ട് എന്ന സംശയമുണ്ടാക്കുന്നത്. കാരണം അതിലെ വാചകങ്ങൾ തന്നെ പറയുന്നു തിരഞ്ഞെടുപ്പിന് ശേഷമാണ് ഇത് പുറത്തു വരിക എന്നുകൊണ്ടാണ് താൻ പറയുന്നതെന്ന്. അപ്പോൾ EPA ആരാണ് ഒറ്റിയത്? സ്മൃതി, ഈ ചോദ്യം EP സ്വയം ചോദിക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചിലരെങ്കിലും ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഞാൻ എന്തായാലും ഒരു കാര്യം പറയട്ടെ. ഇത് ആദ്യമായിട്ടുണ്ടാകുന്ന ഒരു സംഭവമൊന്നും അല്ലല്ലോ ഈ തെരഞ്ഞെടുപ്പ് ദിവസം ഇതുപോലെ നാടകം ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ ബോംബുകൾ വരുന്നത്, അല്ലെങ്കിൽ ഈ ബോംബുകൾ ഇത്തരത്തിൽ ഫലപ്രദമായിട്ട് വിനിയോഗിച്ചിട്ടുള്ള ആളുകൾ CPM പക്ഷത്ത് നിൽക്കുന്നവർ തന്നെയാണ്. നമുക്കൊക്കെ ഓർമ്മയുണ്ടാവും, വേങ്ങര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന ദിവസം അന്ന് വോട്ടെടുപ്പ് തുടങ്ങിയപ്പോഴാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉമ്മൻചാണ്ടിക്കെതിരെ സോളാർ കേസിൽ അന്വേഷണം പ്രഖ്യാപിക്കുന്നത്. അതിനുശേഷം പാലാ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നതിന് തൊട്ട് മുൻപ് ഉമ്മൻചാണ്ടിയെ ഉൾപ്പെടുത്തിക്കൊണ്ട് ടൈറ്റാനിയം കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയാണ്. അതിനുശേഷം ഈ വേങ്ങര ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്ന അന്ന് സോളാർ കേസിന് ഉത്തരവിട്ട പിണറായി സർക്കാർ 2021 തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപ് ഉമ്മൻചാണ്ടിയുടെ ഉൾപ്പെടെ സോളാർ കേസ് CBI അന്വേഷണത്തിന് വേണ്ടിയിട്ട് വിടുകയാണ്. ഇപ്പോൾ ഏറ്റവും അതിനുശേഷം ഇങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ ഇനി EPA തന്നെ എടുത്ത് പരിശോധിച്ചാൽ നമുക്കറിയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ അന്നേ ദിവസമാണ് EP ജയരാജൻ അദ്ദേഹം ഈ കാര്യങ്ങളൊന്നും മനസ്സിലാക്കാൻ, അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു പ്രസ്താവനയുടെ ഇമ്പാക്റ്റ് എന്തായിരിക്കുമെന്ന് അസസ് ചെയ്യാൻ സാധിക്കാത്ത, അതിന് മുൻകൂട്ടി കാണാൻ കഴിയാത്ത ഒരു നേതാവൊന്നുമല്ലല്ലോ ശ്രീ EP ജയരാജൻ. അപ്പോൾ അദ്ദേഹം പ്രകാശ് ജാവദേക്കറുമായിട്ടുള്ള കൂടിക്കാഴ്ച അദ്ദേഹം അന്നേ ദിവസം സ്ഥിരീകരിക്കുകയാണ്. വോട്ടെടുപ്പ് തുടങ്ങി അന്നേ ദിവസം രാവിലെ. അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒരു കാര്യം, ഇത് നമ്മൾ ഈ ആരോപണങ്ങളൊക്കെ മറ്റുള്ളവർക്കെതിരെ ഉന്നയിക്കുമ്പോൾ ഇത് തിരിച്ചു വരും, അല്ലെങ്കിൽ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും എന്നുള്ളത് ഇപ്പോൾ EP CPM ബോധ്യപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം നമ്മൾക്ക് കരുതാനായിട്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ഈ ഇന്നലത്തെ ഉപതെരഞ്ഞെടുപ്പ് ദിവസം ഈ വിഷയം പുറത്തു വരികയാണ്. ഇവിടെ നമ്മൾ കാണേണ്ടുന്ന ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. ഇത് DC ബുക്സിൻ്റെ ഭാഗത്ത് നിന്ന് ഇത് പുറത്തുപോയി എന്ന് ഒരു കാരണവശാലും നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അതിനെന്താ കാരണം എന്നറിയോ? DC ബുക്സ് എന്തായാലും പുണ്യം കിട്ടാൻ വേണ്ടിയിട്ടല്ലല്ലോ ഒരു ബുക്ക് പ്രസാദനം ചെയ്യുന്നത്, അല്ലെങ്കിൽ പ്രസിദ്ധീകരിക്കുന്നത്. അവർ സ്വാഭാവികമായിട്ട് അവർക്ക് കച്ചവട താല്പര്യമുണ്ടാവും. ഒരു ബുക്ക് പുറത്തു വന്നതിന് ശേഷം അതിനെക്കുറിച്ച് എന്തെങ്കിലും വിവാദം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ പബ്ലിഷറോ അല്ലെങ്കിൽ അതിൻ്റെ എഴുത്തുകാരനോ ശ്രമിച്ചു എന്ന് പറഞ്ഞാൽ നമുക്ക് അത് മനസ്സിലാവും. കാരണം ആ ബുക്ക് പോയി മേടിക്കാനായിട്ട് ഇഷ്ടംപോലെ ആളുകൾ ചിലപ്പോൾ താല്പര്യം കാണിച്ചേക്കാം. ഒരു ബുക്കിൻ്റെ പൂർണ്ണമായിട്ടുള്ള PDF കോപ്പി ഇപ്പോൾ നമ്മുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണുകളിലുണ്ട്. എനിക്ക് കിട്ടിയിട്ടുണ്ട്, സ്മൃതിക്ക് കിട്ടിയിട്ടുണ്ടോ? ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും, കേരളത്തിലെ എല്ലാ ആളുകളുടെയും കൈകളിൽ അതിൻ്റെ PDF കോപ്പി ഇന്നലെ തന്നെ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ PDF കോപ്പി പുറത്തു പോയതിന് ശേഷം പിന്നെ ആ പുസ്തകം പ്രസിദ്ധീകരിച്ചാൽ ആ പുസ്തകം ആരെങ്കിലും മേടിക്കാൻ പോവുമോ? അതാരെങ്കിലും പോയി മേടിക്കേണ്ട ആവശ്യമുണ്ടോ? കാരണം എല്ലാവരുടെയും കൈകളിൽ ആ പുസ്തകത്തിൻ്റെ സോഫ്റ്റ് കോപ്പി PDF കോപ്പി എത്തിക്കഴിഞ്ഞു. നമ്മളെല്ലാവരും അത് വായിച്ചു കഴിഞ്ഞു, അല്ലെങ്കിൽ വായിക്കാനുള്ളവരെല്ലാം അതിപ്പോൾ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി ആ പുസ്തകം പുറത്തിറങ്ങിയാൽ, ബുക്ക് ആയിട്ട് ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ആരും മേടിക്കാൻ പോകില്ലല്ലോ. അപ്പോൾ ഒരു കച്ചവടക്കാരനും അല്ലെങ്കിൽ ഒരു പബ്ലിഷറും ഒരിക്കലും തങ്ങളുടെ പുസ്തകം അവർ പ്രസിദ്ധീകരിക്കുന്നതിന് മുമ്പ്, പുസ്തകം കടകളിൽ എത്തുന്നതിന് മുമ്പ് അതിൻ്റെ കണ്ടന്റ് സോഫ്റ്റ് കോപ്പി ആയിട്ടൊക്കെ പുറത്തു വിടാൻ ഒരു കച്ചവടക്കാരനും അല്ലെങ്കിൽ ഒരു പ്രസാധകനും തയ്യാറാവില്ല. കാരണം അങ്ങനെ ഒരു മണ്ടത്തരം അവരാരും കാണിക്കില്ല. കാരണം അത് ഏറ്റവും വലിയ മണ്ടത്തരാണ്. ഇനിയിപ്പോൾ ഈ പുസ്തകം ഇനി DC ബുക്സ് ആയാലും ശരി, ഇനി ഈ DC ബുക്സിനെ സംബന്ധിച്ചും EP ജയരാജനെ സംബന്ധിച്ചും ഈ പുസ്തകം ഇനി ഇതേ രൂപത്തിൽ പ്രസിദ്ധീകരിക്കുക എന്ന് പറയുന്നത് സാധ്യമല്ല. കാരണം ഈ പുസ്തകം ഇനി ഇപ്പോൾ ഈ പുറത്തു വന്ന സോഫ്റ്റ് കോപ്പി നമ്മളെല്ലാവരും വായിച്ചു കഴിഞ്ഞ സാധനം ഇതേ രൂപത്തിൽ പ്രസിദ്ധീകരിച്ചു കഴിഞ്ഞാൽ ആ പുസ്തകത്തിന് പിന്നെ എന്താ മാർക്കറ്റ് വാല്യൂ എന്താ ഉള്ളത്? അതാരെങ്കിലും മേടിക്കാൻ തയ്യാറാകുമോ? ഇനിയിപ്പോൾ അതിൻ്റെ കണ്ടന്റ് മാറ്റി പുതിയ രൂപത്തിൽ ഇറക്കുക എന്നുള്ളത് മാത്രമേ DC ബുക്സിനെ സംബന്ധിച്ചും EP ജയരാജനെ സംബന്ധിച്ചും നിർവാഹമുള്ളൂ. എന്തായാലും ഒരു കാര്യം ഇവിടെ സ്മൃതി ചോദിച്ചതിലേക്ക് ഞാൻ പറയുകയാണ്. സ്മൃതി, അതായത് ഇതിൻ്റെ കണ്ടന്റ് നോക്കുമ്പം ആദ്യ അവസാനം, അതായത് EP ജയരാജൻ ജനിച്ച ഓർമ്മ വെച്ച നാൾ മുതൽ അദ്ദേഹത്തിൻ്റെ SFI കാലഘട്ടം മുതൽ ഏറ്റവും ഒടുവിൽ അദ്ദേഹം LDFിൻ്റെ കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുന്ന, അദ്ദേഹം CPMൻ്റെ നേതൃനിരയിൽ നിന്ന് പിന്തള്ളപ്പെടുന്ന അദ്ദേഹത്തിനുണ്ടായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടുകൾ ഉൾപ്പെടെ
A to Z അതിനകത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് EPയെ അറിയാവുന്നവർക്കറിയാം. അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിമുടി അദ്ദേഹത്തിൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിരവധി കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ വന്നിരിക്കുന്ന കാര്യങ്ങളാണ്. വളരെ ശ്രദ്ധേയമായിട്ടുള്ള കാര്യം, അദ്ദേഹത്തിൻ്റെ സ്വകാര്യ ശേഖരത്തിലുള്ള നമ്മുടെയൊക്കെ പേഴ്സണൽ ഫയലിലുണ്ടാവുന്ന കുറേ പഴയ ഫോട്ടോസ് ഉണ്ടാവുമല്ലോ. ഇപ്പം ഞാനൊക്കെ KSU കാലഘട്ടത്തിൽ നടക്കുന്ന ഫോട്ടോസ് ഇപ്പോൾ ഒരുപക്ഷെ ഇവിടെ ആരുടെയും കയ്യിൽ കാണില്ല. ഇപ്പോൾ സമീപകാലത്തുള്ള ഫോട്ടോസൊക്കെ ആയിരിക്കും പൊതുസമൂഹത്തിൽ ഉണ്ടാവുക. ഞാൻ KSU കാലഘട്ടത്തിൽ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടത്തിലെ ഫോട്ടോസൊക്കെ എൻ്റെ സ്വകാര്യ ശേഖരത്തിലുണ്ടെന്നേ. അപ്പോൾ അങ്ങനെ സ്വകാര്യ ശേഖരത്തിൽ ഉൾപ്പെടെ ഉള്ള ഫോട്ടോസ് ഉൾപ്പെടെ ഒരു ബുക്കിൻ്റെ ഭാഗമായി പുറത്തു വരുന്നു എന്ന് പറഞ്ഞാൽ ഇത് EP ജയരാജൻ അറിയാതെ, അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ട ആളുകൾ അറിയാതെ ഈ സാധനങ്ങളൊക്കെ പുറത്തു വന്നു എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ സാധിക്കില്ല. അപ്പോൾ ഒന്നാമത്തെ കാര്യം, DC ബുക്സോ അവരുമായി ബന്ധപ്പെട്ട ആളുകളോ ഇത് പുറത്തു വിട്ടു എന്ന് നമുക്ക് വിശ്വസിക്കാൻ യാതൊരു ന്യായവുമില്ല. അതിനെ കൂടുതൽ നമ്മുടെ ആ ന്യായത്തിന് കൂടുതൽ എന്താ പറയുന്നത് സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് ഇന്ന് രവി DC പ്രതികരണം വന്നിരിക്കുന്നത്. കാരണം അവർ ഒരു തരത്തിലും ഇതിനെ ഓൺ ചെയ്യാനായിട്ട്, EP ജയരാജൻ പറഞ്ഞതിനെ ഓൺ ചെയ്യാനോ അല്ലെങ്കിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ, അതായത് അവർ പുസ്തകം പ്രസിദ്ധീകരിക്കാനായിട്ട് തയ്യാറെടുത്ത് നിൽക്കുകയാണ് എന്ന് അവർ സമൂഹ മാധ്യമങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുന്ന പ്രതികരണമാണ് രവി DC ഭാഗത്തു നിന്നുണ്ടായത്. അപ്പോൾ എന്തായാലും DC ബുക്സിൻ്റെ ഭാഗത്തു നിന്നല്ല ഇത് വന്നിരിക്കുന്നത് എന്നത് നമുക്കിതിൽ നിന്നൊക്കെ നമ്മൾ വിശ്വസിക്കേണ്ടിയിരിക്കുന്നു. ഇനിയപ്പോൾ ഇത് പോയത് ഒന്നെങ്കിൽ EP ജയരാജനുമായി ബന്ധപ്പെട്ട ആളുകൾ, അല്ലെങ്കിൽ അദ്ദേഹം അറിഞ്ഞുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ആളുകൾ ആരെങ്കിലും വഴി ഇത് പുറത്തു പോയതായിരിക്കാം. അത് വിശ്വസിക്കാനായിട്ട് നമുക്ക് നിരവധി ന്യായങ്ങളുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ കണ്ടന്റ് വായിക്കുമ്പോൾ നമുക്കത് മനസ്സിലാകും. നമ്പർ 2, ഇലക്ഷൻ ദിവസത്തിൽ ഇതുപോലെ ബോംബുകൾ വരുന്നു എന്ന് പറയുന്നത് കേരള രാഷ്ട്രീയത്തിൽ ആദ്യമായിട്ടുള്ള സംഭവമല്ല. കേരള രാഷ്ട്രീയത്തിൽ ഇത് നിരവധി തവണ സംഭവിച്ചിട്ടുള്ളതാണ്. ആ ബോംബുകൾ ഏറ്റവും അധികം പൊട്ടിച്ചിട്ടുള്ളതും അല്ലെങ്കിൽ പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടുള്ളതും ഇതുപോലെ നമ്മൾ ചരിത്രം പരിശോധിക്കുമ്പോൾ CPM-ഉം പിണറായി വിജയനും ഒക്കെ തന്നെയാണ്. മാത്രമല്ല അതിൻ്റെ കണ്ടന്റിലേക്ക് അവസാന ഭാഗത്തേക്ക് എത്തുമ്പോൾ ഒരു കാര്യം കൂടി വ്യക്തമാണല്ലോ. അതായത് EP ജയരാജൻ LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റപ്പെടുന്നു. അദ്ദേഹത്തിന് ആ സമയത്തുണ്ടായിട്ടുള്ള മാനസിക വിഷമത്തെക്കുറിച്ച് എല്ലാവരും, കേരള സമൂഹം മൊത്തം ചർച്ച ചെയ്തിട്ടുള്ളതല്ലേ. ഒരു കാര്യം നിങ്ങൾ ആർക്ക് വേണമെങ്കിലും നോക്കാമല്ലോ. അദ്ദേഹം LDF കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറിയതിനു ശേഷം ഇന്നേ വരെ ഏതെങ്കിലും ഒരു സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പങ്കെടുത്തായിട്ട് അറിയാൻ കഴിയുമോ? എൻ്റെ അറിവിൽ അദ്ദേഹം പങ്കെടുത്തിട്ടില്ല. വിവരവും വരുന്നുണ്ട് ഇന്നുവരെ. അതെ, അപ്പോൾ ഞാൻ അതിലേക്ക് വരാം. അപ്പോൾ ഇന്ന് വരെ ഈ നിമിഷം വരെ, അന്നു മുതൽ ഇന്ന് വരെ ഇത്രയും മാസങ്ങൾക്കിടയിൽ അദ്ദേഹം ഒരു സെക്രട്ടേറിയറ്റ് യോഗത്തിലും പങ്കെടുത്തിട്ട് അദ്ദേഹം ആകെ പങ്കെടുത്തത് കേന്ദ്ര കമ്മിറ്റി യോഗത്തിൽ മാത്രമാണ്. ഇനി രണ്ടാമത്തെ കാര്യം, അദ്ദേഹം ഇപ്പോൾ ഉപതെരഞ്ഞെടുപ്പ് നടക്കുന്നു. അദ്ദേഹം ചേലക്കരയിൽ ഉപതെരഞ്ഞെടുപ്പിൽ പ്രചരണ പരിപാടിക്ക് എവിടെയെങ്കിലും പോയതായിട്ട് എൻ്റെ ശ്രദ്ധയിൽ വന്നിട്ടില്ല. അല്ലെങ്കിൽ വയനാട്ടിൽ അദ്ദേഹം ഈ പ്രചരണ പരിപാടിയുമായിട്ട് എവിടെയെങ്കിലും പോയതായിട്ട് എൻ്റെ ശ്രദ്ധയിലില്ല. ഉണ്ടോ ഇല്ലോ എന്ന് നമുക്ക് വെരിഫൈ ചെയ്യാം. പാലക്കാട് അദ്ദേഹം പോയിട്ടില്ല എന്നുള്ളതാണ് നമ്മുടെ അറിവ്. അതാണ് പറഞ്ഞത്. ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഒരു മാസമായിട്ട് EP ജയരാജൻ ഇന്നുവരെ ചേലക്കരയിലോ വയനാട്ടിലോ പാലക്കാട്ടോ പോയിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഒന്നെങ്കിൽ അദ്ദേഹത്തെ തിരിച്ച് പാർട്ടിയിലെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരിക എന്നുള്ള ഉദ്ദേശമുള്ള ആർക്കെങ്കിലും ഉണ്ടാവാമായിരിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തിന് തന്നെ ചിലപ്പം താല്പര്യം ഉണ്ടാകുമായിരിക്കും. കാരണം അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തെക്കാൾ വളരെ ജൂനിയർ ആയിട്ടുള്ള MV ഗോവിന്ദനെ പോലുള്ള ഒരാൾ സംസ്ഥാന സെക്രട്ടറി ആവുന്നു. EP ജയരാജൻ തഴയപ്പെടുന്നു. പാർട്ടിക്കകത്തുള്ള ഗ്രൂപ്പുകൾ, അപ്പോൾ ഇതിനകത്ത് MV ഗോവിന്ദനുമായി ബന്ധപ്പെട്ട ആളുകളാണോ അല്ലെങ്കിൽ P ശശിയുമായി ബന്ധപ്പെട്ട ആളുകളാണോ, ആരാണ് ഇതിന്റെ സജീവമാകാനുള്ള ഒരു ആലോചനയിലേക്ക് അദ്ദേഹം എത്തിയിരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പറഞ്ഞോളൂ. അപ്പോൾ എന്തായാലും ഒരുപക്ഷെ സജീവമാക്കാനുള്ള കള ഒരുക്കിയതാണോ എന്ന് നമ്മളെല്ലാവരും അന്വേഷിക്കേണ്ടതായിട്ടുണ്ട്. കാരണം ഇപ്പം EP ജയരാജൻ പാർട്ടിക്ക് അനിവാര്യനായി മാറിയിരിക്കുന്നു. ഇപ്പോൾ അദ്ദേഹം വന്ന് P സരിൻ നല്ലവനാണ്, ഉത്തമനായ പുത്രനാണ്, അദ്ദേഹം ഊതിക്കാച്ചിയ പൊന്നാണ്, അല്ലെങ്കിൽ അദ്ദേഹം വിദ്യാർത്ഥിയായിരുന്ന കാലം തുടങ്ങി തന്നെ അദ്ദേഹത്തിന് ഇടതുപക്ഷം മനസ്സായിരുന്നു, അല്ലെങ്കിൽ അദ്ദേഹം സ്കൂളിൽ അദ്ദേഹത്തിന് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കും ഒക്കെ ഒരുപോലെ തൽപരനായിട്ടുള്ള ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥിയായിരുന്നു സരിൻ എന്നൊക്കെ പറയുന്നത് കേട്ടപ്പോൾ ഞാൻ ആ പ്രസംഗം കുറച്ചു നേരം കേട്ടു. സത്യത്തിൽ എനിക്ക് ചിരി വന്നു. കാരണം ആ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് ഇന്നലെ വരെ പിണറായി വിജയനാണ് കേരളത്തിലെ ഏറ്റവും വലിയ കള്ളനെന്നും RSSകാരനെന്നും പറഞ്ഞ സരിൻ ഇന്ന് വന്ന് പിണറായി വിജയനാണ് കേരളത്തിലെ ഏറ്റവും നല്ല മുഖ്യമന്ത്രി എന്ന് പറയുന്നത് പോലെ എനിക്ക് തോന്നി. അദ്ദേഹത്തിൻ്റെ EP ജയരാജൻ്റെ പ്രസംഗം കേട്ട് കഴിഞ്ഞപ്പോൾ വളരെ രസകരമായിട്ടുള്ള ഒരു പ്രസംഗമായിരുന്നു. എന്തായാലും ആ പ്രസംഗം മുഴുവിപ്പിക്കാൻ പറ്റിയില്ല. കാരണം പ്രകൃതി പോലും കുറേ നാളായിട്ട് മഴ പെയ്യാതിരുന്ന പാലക്കാട്ട് കനത്ത മഴ അപ്പോൾ പെയ്ത് കളഞ്ഞു. എന്തായാലും ചിലപ്പോൾ സ്ഥാനാർത്ഥി നാളെ ചിലപ്പോൾ പറയും അവിടെ മഴ പെയ്യിച്ചത് ഷാഫി പറമ്പിലും മറ്റേ രാഹുൽ മാങ്കൂട്ടത്തിലെയും കൂടെ ഗൂഢാലോചനയാണെന്നൊക്കെ പറഞ്ഞു കളയും. അത് ഞാൻ സാന്ദർഭികമായിട്ട് പറഞ്ഞു എന്നുള്ള അവിടെ നിൽക്കട്ടെ. അപ്പോൾ ഈ വിഷയത്തിൽ EP ജയരാജൻ പാർട്ടിയിൽ സജീവമാകാൻ പോകുന്നുണ്ടോ? അപ്പോൾ എന്തായാലും EPയെ
ഉൾക്കൊള്ളാൻ അല്ലെങ്കിൽ ഇപ്പൊ ഇനി ഇപ്പിനെ എല്ലാ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും പ്രസംഗിപ്പിക്കേണ്ട ബാധ്യത CPM-നായി മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ എല്ലാ ദിവസവും ഇന്ന് പാലക്കാട്ടേക്ക് എത്തിച്ചത് അതുകൊണ്ട് തന്നെയാണ് സരിനെ കുറിച്ച് നല്ല വാക്കുകൾ ഇപ്പിക്ക് പറയേണ്ടി വന്നിരിക്കുന്നു എന്നുള്ളതാണ് അല്ലേ രാഷ്ട്രീയം. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.